ഞാൻ മജീദാണ്. എനിക്ക് അന്ധവിശ്വാസത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറുതായി വിശ്വാസമല്ല മാറി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഡിസ്കവറി 125 cc ഇത് മോഡൽ 2011 ഇത് ഞാൻ 5 മാസത്തിൻ്റെ ഉള്ളിൽ 2 ഇഞ്ചൻ മണി എടുത്തേക്കണ്. 2 ഇഞ്ചൻ മണി എന്നുവെച്ചാൽ രണ്ടാമത്തെ ഇഞ്ചൻ പണി എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഇഞ്ചൻ്റെ അവിടെ സെൽഫ് മോട്ടറിൻ്റെ ഇഞ്ചൻ്റെ അവിടെ കടകട സൗണ്ടായിട്ട് സ്റ്റക്കായിട്ട് പിന്നെയും കൊണ്ടുപോയി. ഇപ്പോൾ ഇന്നും കൊണ്ടുപോയിങ്ങാണ്ട് പെരുന്നാളിനെ കൊണ്ടുപോയിങ്ങാണ്ട് ഇന്നും ശരിയാക്കി. ഇത് കടക്കാർക്ക് കൊടുത്താൽ കടക്കാർക്ക് ഈ വണ്ടി വേണ്ട. കാരണം 2011 മോഡൽ ഡിസ്കവറി. ഒരു കടക്കാരൻ ഇതിന് ഇഞ്ചൻ പണി എടുത്തിട്ട് 5000 റുപ്യ പറഞ്ഞത്. നിങ്ങളുടെ ഈ വണ്ടിക്ക് എനിക്ക് 21,000 റുപ്യ ചിലവഴിക്കണം ഈ 5 മാസം കൊണ്ട്. എന്നുവെച്ചാൽ അന്ധവിശ്വാസത്തിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ വിശ്വാസമായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഡിസ്കവറിൻ്റെ വണ്ടി ഇനി ഡിസ്കവറിൻ്റെ വണ്ടിയായിട്ട് എനിക്കറിയില്ല. അതോ വർക്ക്ഷോപ്പുകാർ പണിയെടുത്തത് ശരിയാകാത്തതുകൊണ്ട് എന്താ അറിയില്ല. ഈ ഡിസ്കവറിൻ്റെ ഒക്കെ വണ്ടി ഇഞ്ചൻ പണി എടുക്കുമ്പോൾ ഒന്ന് നോക്കിയാണ്ട് പണിക്ക് കൊടുത്തോളൂ. അല്ലെങ്കിൽ പണിയെടുക്കാതെ നിൽക്കുക. അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരു എന്താ പറയുക ഒരു 2015 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 2020 അങ്ങനത്തെ ഒക്കെ സെക്കൻഡ് വണ്ടി എടുത്തോളൂ. ഈ പഴയ വണ്ടി എടുക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഇഞ്ചൻ മാറിപ്പോടും. ഞാൻ വന്ന് നിൽക്കുന്നത് പെരിന്തൽമണ്ണ ഈ ജംഗ്ഷൻ്റെ അവിടെയാണ്. ഈ ജംഗ്ഷൻ്റെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പെരിന്തൽമണ്ണ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇത് ഞാൻ എൻ്റെ ഡിസ്കവറി ബൈക്കിൻ്റെ പാർട്സ് കിട്ടാൻ വേണ്ടി പെരിന്തൽമണ്ണ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. കാരണം ഇതിൻ്റെ മുന്നേ 8 മാസം പോയപ്പോൾ തന്നെ ഈ ജംഗ്ഷൻ ഇതേമാതിരിയാണ് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടാണ് ഈ ജംഗ്ഷൻ ഇങ്ങനെ കിടക്കുന്നത്. ഈ ജംഗ്ഷൻ്റെ അടുത്താണ് മൗലാന അതേമാതിരി അൽസിഫ ഹോസ്പിറ്റൽ. ഒരു രോഗിനെ ഈ റോഡിൽ കൂടി എങ്ങനെ ആംബുലൻസിലോ അല്ലെങ്കിൽ സാധാരണ വാഹനത്തിലോ എങ്ങനെ കൊണ്ടുപോകും? നമ്മൾ പറഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് ഇൻഷൂറും ടാക്സും അടക്കുന്നുണ്ട്. ഇത് കണ്ടില്ല ഇതിൻ്റെ ഒരു കോലം.